ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒറ്റ കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ കട്ടയ്ക്ക് വാരി തേച്ചിട്ട് ഫൈൻ ലേയേഴ്സ് വരരുത്. അതായത് കട്ടയ്ക്ക് വാരി തേച്ചിട്ട് നമ്മളിങ്ങനെ ശ്വാസം പിടിച്ചൊക്കെ ഇട്ട് വെക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കഴിയുമ്പോൾ ഈ ലൈൻ അവിടെ ക്രിയേറ്റ് ആവും. നിങ്ങൾ മേക്കപ്പ് ചെയ്തിരിക്കുമ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസം മേക്കപ്പ് ചെയ്യാൻ ഒട്ടും അറിയാത്തവർ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാനെ കൊണ്ട് ചെറിയൊരു സെക്ഷൻ പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മോയ്സ്ചറൈസർ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്രൈമറും പിന്നെ കളർ കറക്റ്ററും ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കാണിച്ചു തരും കേട്ടോ. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പുറത്തിരുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഡിം ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൈമറാണ് കേട്ടോ. പ്രൈമറിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പ്, നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന മേക്കപ്പ് ഉണ്ടല്ലോ, അല്ലാത്ത മേക്കപ്പ് അല്ല, ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ മാത്രം നിങ്ങൾ പ്രൈമർ യൂസ് ചെയ്താൽ മതി. ആ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രൈമർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ പോർസ് ഒക്കെ ആണെങ്കിൽ മിനിമൈസ് ചെയ്യും കേട്ടോ. നമ്മുടെ മുഖത്ത് വന്നിട്ട് കുരുക്കളൊക്കെ വന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ ക്ലോസ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും ഇടാതെ പ്രൈമർ ഇട്ട് ഫൗണ്ടേഷൻ ഇടുമ്പം നമുക്കൊരു സ്മൂത്ത് ഫിനിഷിങ് കിട്ടത്തില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഈ പ്രോഡക്റ്റുകളൊന്നും നമ്മുടെ ഫേസിൽ ബ്ലെൻഡ് ആവുകയില്ല. പ്രൈമറിൻ്റെ ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർസ് മിനിമൈസ് ചെയ്യും, നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ ആഫ്റ്റർ മേക്കപ്പ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്മൂത്ത് ഫിനിഷിങ് തരും. അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബ്രൈറ്റ്സിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കും എന്ന് വിചാരിച്ച്. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ PACയുടെ സ്റ്റുഡിയോ ഫിനിഷ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ഫ്ലേലെസ് ലുക്കൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും. അതായത് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് വേണം. നിങ്ങൾ ഓയിലി സ്കിന്നുകളാണെങ്കിൽ മാറ്റ് ടൈപ്പ് ആയിട്ടുള്ള പ്രൈമർ യൂസ് ചെയ്യാം. അല്ലാത്തവർക്കാണെങ്കിൽ ഓയിലി ടൈപ്പ് കിട്ടും, ജെൽ ടൈപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് മാത്രം നിങ്ങൾ പ്രൈമർ തിരഞ്ഞെടുക്കുക കേട്ടോ. ഇതാണ് PACയുടെ സ്റ്റുഡിയോ ഫിനിഷ് പ്രൈമർ കേട്ടോ. ഇത് ഒരു ബ്രൈറ്റ്നസ്സും തരുന്നുണ്ട്, നല്ല പോസ് മിനിമൈസ് ചെയ്യുന്ന, പിന്നെ ഒരു ഫ്ലേവ്ലെസ് ലുക്കൊക്കെ തരുന്ന, ഓയിൽ നല്ലതായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്സിന് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ ഈ PACയുടെ. ഇതിന് 1000 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ്. ഇത് ആകെ ഒരു 15 ml എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. നല്ല വിലയാണ് പ്രൈമർ. ബേസിക് ആയിട്ടുള്ള നമ്മുടെ മേക്കപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ മോയ്സ്ചറൈസർ, പ്രൈമർ, ഫൗണ്ടേഷൻ, ഇതൊക്കെ നല്ലത് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് കുളമാകും. പിന്നെ മെയിനായിട്ട് വേറൊരു സാധനമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ പമ്പുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ കുറച്ച് പമ്പ് ചെയ്ത് ഇത് കണ്ട, നമ്മളിങ്ങനെ ഡോട്ടായിട്ട് എല്ലാ ഭാഗത്തും ഇട്ടിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും കൈകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഒന്നും ഉപയോഗിക്കേണ്ട, സ്പഞ്ച് ഒന്നും വേണ്ട, കൈകൊണ്ട്. പ്രൈമർ കഴിഞ്ഞു. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്ററാണ് കേട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫേസിൽ ഒരുപാട് ഇതുണ്ട്, നോക്കുരു വന്ന് പോയതിൻ്റെ പാടുകൾ, നമ്മുടെ ഡാർക്ക് സർക്കിൾസുകൾ, പിന്നെ ഈ മീശയൊക്കെ വരുന്ന ഭാഗമല്ലേ, ചെറിയ അവിടെ ഒരു ചെറിയ രോമമൊക്കെ നിൽക്കുന്നവർക്കൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡൊക്കെ വരും. പിന്നെ ഈ ഭാഗത്തൊക്കെ വേറെ ബ്ലാക്ക് ഷെയ്ഡുകൾ വരാറുണ്ട്. നമുക്ക് ഈ കഴുത്തിലും ഒക്കെ ബ്ലാക്ക് കളർ വരാറുണ്ട് അല്ലേ. അത് പിഗ്മെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സ്കിന്നിൽ ഫെയർ ആയിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാനാണ് നമ്മൾ കളർ കറക്റ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇടയ്ക്കൊക്കെ അങ്ങനെ വരും, നിങ്ങൾ അറിയണ്ട. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ കൺസീലർ പാലറ്റാണ്. ഇതിൽ കറക്റ്ററുണ്ട്, കൺസീലറുണ്ട്, പിന്നെ കോണ്ടൂറുണ്ട്. നമ്മുടെ ഫേസ് മൂക്കും ഒക്കെ ഷേപ്പ് ആക്കുമല്ലോ, അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതെല്ലാം കൂടെ ഉള്ളതാണ്. ഇതും ബ്രൈഡ്സിനൊക്കെ ഉള്ളതാണ്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് നിങ്ങളെ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇത് ബ്രൈഡ്സിനൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതിൽ എല്ലാ ഷെയ്ഡും വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, നമ്മുടെ വീഡിയോസ് ഫെയർ ടു ഡാർക്ക് സ്കിന്നുകാർ വരെ കാണുന്നുണ്ടായിരിക്കാം. അപ്പം 2 കൂട്ടർക്കും വേണ്ടിയിട്ട് പറയാണ്. നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പുകാരാണെങ്കിലും നിങ്ങളുടെ പ്രശ്നം ഡാർക്ക് സർക്കിൾസ്, അതായത് നിങ്ങൾക്ക് കറുത്ത പാടുകളാണ് എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക. അതായത് കറുത്ത പാടില്ല, ഡാർക്ക് സർക്കിൾസ് പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കും, നല്ല പിഗ്മെൻറ്റേഷനൊക്കെ വരും. ഫെയർ സ്കിന്നൊക്കെ ആയിരിക്കും, ഡാർക്ക് സ്കിന്നിൽ തന്നെ പിഗ്മെൻറ്റേഷൻ വരും. അങ്ങനെയുള്ളവർക്ക് അത് ഹൈഡ് ചെയ്യാനെ കൊണ്ട് യൂസ് ചെയ്യുന്നതാണ് ഈ റെഡ് ഷെയ്ഡ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ റെഡ് ഷെയ്ഡ് ഇല്ല എങ്കിൽ ഓറഞ്ചും യെല്ലോ കറക്റ്ററൂടെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഈ റെഡ് ഷെയ്ഡ് കിട്ടും. ഓക്കെ, ഇനി നിങ്ങളൊരു ഫെയർ സ്കിന്നുകാർക്ക് മാത്രം പിമ്പിൾസ് വന്നിട്ട് അത് പോയതിൻ്റെ പാടും, ഈ ആക്നെ, ഈ പിമ്പിൾസ് ലൈവായിട്ട് വന്ന് പൊട്ടി ചുമന്നിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഗ്രീൻ ഷെയ്ഡ് ഇട്ടിട്ട് മാത്രം നിങ്ങൾ സ്കിൻ ടോണിൻ്റെ കറക്റ്റർ യൂസ് ചെയ്യുക, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഒരു ബ്രൗൺ ടു ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുന്നവരാരും ഈ ഗ്രീൻ ഉപയോഗിക്കരുത് കേട്ടോ. നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടത് റെഡ് ഷെയ്ഡ് ഇല്ലെങ്കിൽ യെല്ലോയും
ഓറഞ്ച് ഷെയ്ഡ് കൂടെ കിട്ടും. ഇതിനും കൂടെ മിക്സ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു ഈ ഒരു റെഡ് ഷെയ്ഡ് കിട്ടും. ഇതൊന്നും വേണ്ട, ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ഇതൊക്കെ ചിലപ്പോൾ അറിയാവുന്നവർക്കായിരിക്കാം. ഇപ്പം ചിലരങ്ങനെ വിചാരിക്കും ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് വെച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പാലറ്റ് കിട്ടും. നമുക്ക് പാലറ്റിനകത്ത് ഫുള്ളി റൗണ്ട് പാലറ്റൊക്കെ കിട്ടും. അങ്ങനെ നമ്മുടെ എന്താ ആമസോണിലൊക്കെ ഉണ്ട്, സിക്സ് ബ്യൂട്ടിയുടെ കുറേ ഇതിൻ്റെയൊക്കെ കാണുമായിരിക്കും. അപ്പം ഇൻസൈറ്റിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങൾക്ക് പ്രോഡക്റ്റ് കൺസീലർ നമ്മുടെ കറക്റ്റർ കിട്ടും, കറക്റ്റ് ഷെയ്ഡ്. ഇത് നിങ്ങൾക്ക് വേണമെന്ന മാത്രമുള്ളൂ. അത് റെഡ് ആണെങ്കിൽ റെഡ്, ഗ്രീൻ നമ്മുടെ ഈ പാടുകൾക്ക് മാത്രം മതി. നിങ്ങൾക്ക് പിന്നെ ഡാർക്ക് സർക്കിൾസ് ഫെയർ സ്കിന്നുകാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കണ്ട കേട്ടോ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നതും ഈ റെഡ് ഷെയ്ഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രഷ് ഉപയോഗിക്കുക. ഇത് PSയുടെ ബ്രഷ് ആട്ടോ. ഈ ബ്രഷ് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പകരം ഇതുപോലൊരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കാം. ഈ ബ്യൂട്ടി ബ്ലെൻഡർ ഇത് കണ്ടോ, ഇങ്ങനെ നനച്ച് കുറച്ച് വെറ്റാക്കി വെക്കണം. ഇത്രയൊന്നും വേണ്ട, ഇത് ഒരുപാട് വെറ്റായിപ്പോയി. വെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. ആക്ച്വലി കറക്റ്റർ ഇടാൻ നമുക്കൊരു ബ്രഷിൻ്റെ ആവശ്യമില്ല. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്ത് എനിക്ക് ഡാർക്ക് സർക്കിൾസ് അത്രയും ഇല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡാർക്ക് സ്പോട്ടുകൾ മറയ്ക്കാൻ ഇത് മതി കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യണം. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കട്ടയ്ക്ക് തോണ്ടി ഇങ്ങനെ വെക്കരുത്. ഇതുണ്ടോ, തോണ്ടി വെക്കുന്ന സമയത്ത് അത് അവിടെ ഇരുന്ന് ഡ്രൈ ആയപ്പോൾ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് പാച്ചസ് ആയിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് ബ്ലെൻഡ് ചെയ്ത് ഫേസുമായിട്ട് എൻ്റെ ഫേസുമായിട്ട് ചേർന്നിരിക്കുന്നുണ്ടോ, തേച്ച് വെച്ചായിട്ട് തോന്നുന്നില്ല. ഓവറായിട്ടൊന്നും വേണ്ട. നമുക്കൊരു ബേസിക് ആ ഒരു ഈ ഭാഗവും ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഒന്നിച്ചത് കയറി പോകണം. ആ ഒരു ഇങ്ങനെ വ്യത്യാസമായിട്ടിരിക്കുന്നത്. എനിക്ക് അതേ ഉണ്ടോ, ഇവിടെ ഒരു ഷെയ്ഡ് വ്യത്യാസം കണ്ടോ, അവിടെ നമ്മളിങ്ങനെ ജസ്റ്റ് കൊടുക്കുക. ഞാൻ ഈ വണ്ടി ഓടിച്ചാണ് എൻ്റെ കൈയും മുഖവും യാതൊരു ബന്ധമില്ലാതിരിക്കുന്നു കേട്ടോ. ഇതുണ്ടോ, ഇപ്പം കണ്ട ഈ ഭാഗത്തൊക്കെ ഒരുപാട് പേർക്ക് ഇത് നല്ല നിറ വ്യത്യാസം വരും, ചില പിഗ്മെൻറ്റേഷനൊക്കെ വരും. ഒറ്റ കാര്യം നോക്കിയാൽ മതി, നിങ്ങൾ കട്ടയ്ക്ക് വാരി തേച്ചിട്ട് ഫൈൻ ലേയേഴ്സ് വരരുത്. അതായത് കട്ടയ്ക്ക് വാരി തേച്ചിട്ട് നമ്മളിങ്ങനെ ശ്വാസം പിടിച്ചൊക്കെ ഇട്ട് വെക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കഴിയുമ്പോൾ ഈ ലൈൻ അവിടെ ക്രിയേറ്റ് ആവും. നിങ്ങൾ മേക്കപ്പ് ചെയ്തിരിക്കുമ്പോൾ ആ ഒരു ഇതിലിങ്ങനെ കട്ട പിടിച്ചിരിക്കുക മേക്കപ്പ്. വേണ്ട, മീശയൊക്കെ എടുത്ത പോലെ വയ്ക്കുമല്ലേ, ഇതിൽ കാര്യമൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക ഒരു ഇതിൽ. ഇനി നമ്മൾ കണ്ണിൻ്റെ അടിയിൽ മാത്രം ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിൻ്റെ ഈ താഴെ വശം എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അത് ബ്ലെൻഡ് ചെയ്യുന്നത് നല്ല ഈപ്പനായിട്ട് ബ്ലെൻഡ് ചെയ്ത് വേണം. നല്ല സ്മൂത്ത് ആയിട്ട് ഒരേപോലെ ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കണ്ണൊക്കെ ആക്കുന്ന സമയത്ത് ഇവിടെ വേറൊരു ലൈൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ മേപ്പോട്ട് നോക്കാം, ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ ഒരു വശം ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യരുത്. നമ്മുടെ ഫൗണ്ടേഷൻ അല്ല, നമ്മുടെ മോയ്സ്ചറൈസറൊക്കെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യരുത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ പാച്ചസ് വീഴാനുള്ള ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ അവിടെ ഉറപ്പിക്കുകയാണ് ഈ സാധനം. ഇത് നമ്മുടെ ഈ ലൈൻസ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ താഴെ കുറേ കുഞ്ഞു വരകളുണ്ട്. ആ വരയിലൊക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ആയില്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പം ആ വരകളൊക്കെ അവിടെ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇനി നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടോട്ടൊക്കെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തോട്ടൊക്കെ ഇവിടെ ഒന്ന് നമ്മൾ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൺസീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ഐ മേക്കപ്പിൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ മൂക്കിൻ്റെ ഭാഗത്തോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് ബ്ലെൻഡ് ചെയ്ത് വിട്ടേക്കുക. ഇനി നിങ്ങളെ ഫെയർ സ്കിന്നുകാരെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ ഗ്രീൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഷെയ്ഡിങ് എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിമ്പിൾസിനെയാണ് നമ്മൾ ഈ പാച്ച് കൊണ്ട് ഇങ്ങനെ കൊടുത്തത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് യെല്ലോ കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ സ്കിൻ ടോണുമായിട്ട് അത് ചേർന്നിരിക്കും. എൻ്റെ സ്കിൻ ടോൺ അല്ല, അത് ആ ഒരു സ്കിൻ ടോണുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കളർ നിൽക്കുന്നത് അവിടെയെല്ലാം നമ്മൾ കറക്റ്റർ ഉപയോഗിക്കുക കേട്ടോ. കറക്റ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവൻ ആക്കി കൊടുക്കുക. അത്രമാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ലൈറ്റ് വെയിറ്റ് ആയിട്ട് കൊടുക്കുക, കട്ടയ്ക്ക് വാരത്തേക്കായിരിക്കും. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ
ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കാം. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രഷ് ഉപയോഗിക്കാം കേട്ടോ. ഡോട്ട് ഞാൻ ഒരു സൈഡിൽ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഡോട്ടായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ വരും. ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മളിത് എങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അത് എങ്ങനെ ഇവിടെ ഒക്കെ എങ്ങനെ മുകളിലേക്ക് നമ്മളിങ്ങനെ വലിച്ചു വിടണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സൈഡ് നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് മാത്രം ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഡിഫറൻസ് ഉണ്ടോ? നമ്മുടെ ഡാർക്ക് സ്പോട്ടുകളും ഡാർക്ക് സർക്കിൾസും എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇത് നമുക്ക് ഹൈഡ് ചെയ്തിരിക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡിൽ മാത്രം ചെയ്തത് കൊണ്ട് നിങ്ങൾക്കൊരു ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല. നമ്മളെ ഫേസ് ഫുള്ള് നമ്മുടെ നെക്കും എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്കിലും തന്നെയല്ല ഇത്ര ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ട്. നമുക്ക് കോൺടോറിങ് ചെയ്യണം, നമ്മുടെ ഫേസ് ഒതുക്കണം, നമ്മുടെ മൂക്ക് ഷേപ്പ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ നമുക്ക് പൗഡർ യൂസ് ചെയ്യാം, നമുക്ക് ബ്ലഷ് ഉപയോഗിക്കണം, അതിന് മുകളിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളും. പിന്നെ ഐ മേക്കപ്പും ഐബ്രോസും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു നല്ല ഒരു മേക്കപ്പ് ലുക്ക് വരും കേട്ടോ. ഇതാണ് ഇത്രയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ കാണിച്ചില്ല. ഇത് പിങ്കിയുടെ HD ഫൗണ്ടേഷനാണ്. ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതല്ല ഞാൻ ബ്രൈറ്റ്സിന് ഉപയോഗിക്കുന്നത്. അത് PHയുടെ ഫൗണ്ടേഷനാണ്. അത് ഞാൻ വീഡിയോസിൽ കാണിച്ചത്. 2 ഫൗണ്ടേഷൻ എടുത്തിട്ട് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് മിക്സ് ചെയ്യണം. നമ്മൾ സാധാരണ ബ്രൈറ്റ്സിന് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരുടെയും സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഫൗണ്ടേഷൻ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അത് മിക്സ് ചെയ്യുന്ന വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഇത് ഉണ്ടോ, രണ്ട് ഷേപ്പിലിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇന്ന് നമ്മളുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മോയ്സ്ചറൈസറും പ്രൈമറും കറക്റ്ററും ഇട്ട് ഒരു ഫൗണ്ടേഷനും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കമൻറ്റുകൾ ഉണ്ടെങ്കിലും ഫീൽ ഫ്രീ ആയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും എന്നോട് ഫീൽ ഫ്രീ ആയിട്ട് കമൻറ്റ് ചെയ്തോളൂ. അതിനൊക്കെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഒരു വീഡിയോ ആയിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തരുന്നത് റെഡിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കുഴയ്ക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.